വീട്ടിനകത്ത് ഇരിക്കുന്നത് സർവ്വസമയം. ഞങ്ങളെ കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ പോകാൻ പറ്റിയ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരെ എനിക്ക് നല്ല രാജ്യത്തിന്റെ പെണ്ണുങ്ങൾ ഞങ്ങളങ്ങനെ പോകുന്നില്ല. ഞങ്ങളെ വീട്ടിലിരിക്കുക.
സാർ ചീത്തയാണേ. ഞാനൊരു കാര്യമായിട്ട് ചോദിക്കാനാണ് ഞാൻ മുമ്പേ വിളിച്ചത്. സാർ അവൻ ചീത്ത വിളിച്ചപ്പോ ഞങ്ങൾക്കും ചീത്ത വിളിക്കാവോ സാറേ? അല്ല നിങ്ങൾ വരുന്നില്ല. അപ്പോ അവൻ ചീത്ത വിളിച്ചാൽ അവൻ ചീത്ത വിളിക്കുന്നതിനോട് വലിയ ആൾക്കാർക്ക് വലിയ പ്രശ്നമല്ല. എന്നോട് ഭയങ്കര എന്താണ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ട്രാക്ക് ചെയ്ത് എന്റെ വസ്തുക്കൾ വകകളൊക്കെ അടിക്കണം എന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ ഇവരിങ്ങനെ തുണി പൊക്കി കാണിക്കുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, ഇതിന്റെ വഴിയെ പോകുമ്പോൾ നമ്മുടെ മിണ്ടാതിരിക്കണം, നമ്മുടെ പഞ്ചമുറ്റ വളർത്തിയിരിക്കണം. ഇതിന്റെ വഴി നമ്മുടെ തൊട്ട് ഫ്രണ്ടാണ്. സാറിന് കാണുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ റൂമിലിരുന്ന് നമ്മൾ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്താൽ അവന് പറ്റത്തില്ല. അമ്മേന്ന് വിളിക്കുമ്പോൾ പാല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമന്റ് പറയുക എല്ലാം എന്റെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം സാറേ? അതിന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കിപ്പം ഞങ്ങൾ വിളിച്ചാൽ അപ്പം ഞങ്ങൾക്ക് പല കുഴപ്പമാണെന്ന് പറയുമോ, അതോ അവന് മാത്രം വിളിക്കാത്ത റൈറ്റ് പോലീസായിട്ട് കൊടുത്തിരിക്കുകയാണോ? അത് എങ്ങനെയാ സാറേ? കൊടുത്തിട്ടില്ല. അപ്പൊ ഇവരിങ്ങനെ നിരന്തരം ഞങ്ങളെ തനി അനാവശ്യമാണ് പറയുന്നത്. എന്റെ 88 വയസ്സുള്ള അമ്മയെ വരെ തനി അനാവശ്യം പറയുക, വ്യഭിചാരം ചെയ്യുക. പിന്നെ അവൻ പറയുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ ഇരിക്കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഹാജരാക്കും. ഇവൻ വിളിക്കുന്ന അത്ര കൂടിയ ഡിഗ്രിയാണ് ഇവൻ വിളിക്കുന്നത്. അപ്പൊ എന്തോ സാറേ ഞങ്ങൾക്കപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലയോ? ഞങ്ങൾ പറഞ്ഞാൽ അത് കുഴപ്പം. അവർക്ക് എന്തും ഞങ്ങളെ പറയാം, എന്തും തുണി പൊക്കി കാണിക്കാം, എന്തും ചെയ്യാന്നുള്ളതാണോ നിയമം എന്ന് പറയുന്നത് സാറേ? ആണോ? ഇവിടെ സാധാരണ മന്ത്രിക്കാരാണ് ഭയങ്കര അവർക്ക് സപ്പോർട്ട്. ഇവിടെ സാധാരണ മന്ത്രി സോമരാജൻ എന്ന് പറയുന്ന ആളാണ് അയാൾക്ക് നല്ല കയ്യൊപ്പൊക്കെ ഇങ്ങനെ തള്ളവരിലൊക്കെ പതിപ്പിച്ച് സ്വത്തൊക്കെ എടുത്ത് നല്ല പരിചയം. ഇപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഇതാക്കിയിട്ട് അവന് സ്വത്ത് വേണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ പമ്മി ഇങ്ങനെ നടക്കുകയാണ് ഫോണും കൊണ്ട്. സാറേ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കാനുള്ള അധികാരം ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ സാറേ? അപ്പൊ ഇവൻ ഉണ്ടല്ലോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഞാൻ ലോയറാണ്. അല്ല ഇവന്മാരെന്തോ നമ്മളെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ജോലിയാണ് ഇതിനുള്ളത്. എന്തോ സാറേ അത്? നമ്മുടെ വീട്ടിലിരിക്കുന്നത്, നമ്മുടെ അവിടെ നമുക്ക് ഇച്ചിരി വീഡിയോ ഉണ്ട് സാറ് വന്ന് നോക്കിയാൽ അറിയാം. നമ്മുടെ വീടിന്റെ അവിടെ ഇവിടെ നമ്മൾ പമ്മി നിൽക്കുക, ഫോണൊക്കെ പറ്റി എന്തോ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അധികാരം ഇല്ലയോ ഞങ്ങളുടെ വീട്ടിൽ? സാറേ സാറിനോട് അങ്ങനെ ചെയ്താൽ സാറിനത് ഇറിറ്റേഷൻ ഉണ്ടാവോ ഇല്ലയോ? സാറെന്ന് പറഞ്ഞേ ഉണ്ടാവോ ഇല്ലയോ സാറേ? സാറിന്റെ വീടിന്റെ ചെറിന് വന്ന് നിൽക്കുക, സാറ് പറയുന്നതൊക്കെ എന്തുവാണ് കേൾക്കുക, ഇതൊക്കെ എന്തൊരു ഇതാ സാറേ? ഞങ്ങളെ ചീത്ത വിളിക്കുക, ഞങ്ങളെ മാത്രം ചീത്ത വിളിക്കുക, എന്തുവാ ഇങ്ങനെ തുണി പൊക്കി കാണിക്കുക. അതുപോലെ സാറേ ഞാൻ കഴിഞ്ഞ ദിവസം മാവേലിയെ പോയി തിരിച്ചു വരുമ്പോൾ ഇവൻ എന്നെ ആക്രമിക്കാനായിട്ട് വരിക, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അതുമെല്ലാം ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരെന്തോ സാർ ഞങ്ങളെ അങ്ങോട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. സത്യം പറഞ്ഞാൽ അന്ന് ഇവൻ ഈ SNDP ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ഒരു ശീലൻ എന്ന് പറയുന്ന ഒറ്റനോട് സംസാരിച്ച് നിൽക്കുന്ന കണ്ടോണ്ട് നമ്മൾ ഓടി വരിക. എന്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കുള്ള 88 വയസ്സുള്ള അതുകൊണ്ട് അമ്മ പറയും കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടാ പോകുന്നത്. തിരിച്ചു വന്ന് തുറന്ന് നമ്മളെ തുറന്നപ്പോഴേ ഇവൻ ചാടി വന്ന് നമ്മളെ പുറകിൽ വന്ന് നമ്മളെ ആക്രമിക്കാൻ വരിക. എന്തോ സാറേ ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ പെണ്ണുങ്ങൾക്ക്? നമ്മളൊരു ഡിവോഴ്സ് ആണ്, പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടായോ സാറേ? വ്യഭിചാരികളെ അങ്ങനെയല്ലയോ? എന്റെ അമ്മ എന്തോ ആലപ്പുഴയിൽ പിടിച്ചിറക്കി. എന്റെ അച്ഛന്റെ മക്കളല്ല എന്റെ അമ്മയ്ക്കുള്ളത്, സഹദേവന്റെ മക്കളല്ല. അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങളാണ് ഇതിലേക്ക് സംസാരിക്കുന്നത്. ഹലോ, ഞങ്ങളുടെ അച്ഛനല്ല എന്റെ സഹദേവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛനല്ല എന്നൊക്കെ ഇവന്മാര് പറയുന്നത്. സാറിനോട് അങ്ങനെ വല്ലതും പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതെ, അങ്ങനെ എല്ലാവർക്കും ഒന്ന് പറയാം. സാറിന് അങ്ങനെ നിന്റെ അച്ഛൻ ഇന്ന ആളല്ലെന്ന്, സാറിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷം